തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകം മുഴുവൻ ഉത്സവാഘോഷമായി കൊണ്ടാടുന്ന കേവലം ഒരു കൂട്ടായ്മയല്ല ക്രിസ്മസ്. അതൊരു പ്രതിവിപ്ലവ പ്രഖ്യാപനമാണ്. ബേത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ പിറന്ന യേശുക്രിസ്തു ലോകത്തിൻ്റെ അധികാര ഘടനകളെ തലകീഴാക്കി മാറ്റി. അധികാരം രാജമന്ദിരങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും പ്രത്യാശ ദരിദ്രരിലേക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്കും ചെന്ന ചരിത്ര നിമിഷമാണ് ക്രിസ്മസ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അടിച്ചമർത്തലും സാമൂഹിക അസമത്വവും മതത്തിൻ്റെ പേരിലുള്ള നിയമവാദവും നിറഞ്ഞിരുന്ന കാലഘട്ടത്തിലാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് സാമൂഹിക നീതിയുടെയും രാഷ്ട്രീയ വിമർശനത്തിൻ്റെയും ആത്മീയ വിപ്ലവത്തിൻ്റെയും സന്ദേശമാണ്. ഡിട്രിച്ച് ബോൺഹോഫർ ഇപ്രകാരം പറയുന്നു: ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് ഈസ് ഗോഡ്സ് പ്രൊട്ടസ്റ്റ് അഗൻസ്റ്റ് ഇൻജസ്റ്റിസ്. ക്രിസ്തുവിൻ്റെ ജനനം അനീതിക്കെതിരായ ദൈവത്തിൻ്റെ പ്രതിഷേധമാണ്. ഒന്നാമതായി, ക്രിസ്മസ് അധികാരത്തിൻ്റെ പുനർവായനയാണ്. റീ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് പവർ. യേശു രാജാവായി ജനിച്ചത് ഒരു കൊട്ടാരത്തിലല്ല, ഒരു തൊഴുത്തിലാണ്. അത് അധികാരത്തിൻ്റെ ദൈവിക മാതൃകയെ വെളിപ്പെടുത്തുന്നു. സേവനത്തിലൂടെ വരുന്ന അധികാരം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. പവർ ഈസ് നോട്ട് ഡോമിനേഷൻ ബട്ട് റെസ്പോൺസിബിലിറ്റി ഫോർ ദി വീക്ക്. അന്ന ആരൻഡിറ്റ് ഇപ്രകാരം പറയുന്നു: അധികാരം ആധിപത്യമല്ല, ദുർബലർക്കു വേണ്ടിയുള്ള ഉത്തരവാദിത്തം കൂടിയാണ്. ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്നത് സഭയും സമൂഹവും അധികാരത്തെ സേവനമായി കാണണം. രണ്ടാമതായിട്ട്, ക്രിസ്മസ് അവഗണിക്കപ്പെട്ടവർക്കുള്ള ദൈവത്തിൻ്റെ കരുതലാണ്. ഗോഡ്സ് ഓപ്ഷൻ ഫോർ ദി മാർജിനലൈസ്ഡ്. ക്രിസ്മസ് സന്ദേശം ലഭിച്ചത് ആദ്യമായി ഇടയന്മാർക്കാണ്, സമൂഹമായി അവഗണിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾക്ക്. ലൂക്കോസിന്റെ സുവിശേഷം 4:18, ദരിദ്രർക്ക് സുവിശേഷം അറിയിപ്പാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തു. ഗുസ്താവോ ഗുറ്ററേസ് പറയുന്നു: ദ പുവർ ആർ നോട്ട് ദി പ്രോബ്ലം, ഇൻജസ്റ്റിസ് ഈസ്. ദാരിദ്ര്യമല്ല ലോകത്തിന്റെ പ്രശ്നം, അനീതിയാണ് യഥാർത്ഥ പ്രശ്നം. ക്രിസ്മസ് നമ്മോട് ചോദിക്കുന്നു, നാം ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്? അധികാരമുള്ളവരുടെയോ അതോ ദരിദ്രരുടെ പക്ഷം നിന്ന് ക്രിസ്തുവിൻ്റെയോ? മൂന്നാമതായി, ക്രിസ്മസ് സമാധാനത്തിൻ്റെ രാഷ്ട്രീയതയാണ്. ദ പൊളിറ്റിക്സ് ഓഫ് പീസ്. ദൂതന്മാർ പ്രഖ്യാപിച്ചു, ഭൂമിയിൽ സമാധാനം. സമാധാനം എന്നത് യുദ്ധമില്ലായ്മ മാത്രമല്ല, നീതി നിലനിൽക്കുന്ന സമാധാനമാണ്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഇപ്രകാരം പറഞ്ഞു: പീസ് ഈസ് നോട്ട് മിയർലി ദി ആബ്സെൻസ് ഓഫ് വാർ ബട്ട് ദി പ്രസൻസ് ഓഫ് ജസ്റ്റിസ്. സമാധാനം യുദ്ധമില്ലായ്മ മാത്രമല്ല, നീതി നിലനിൽക്കുന്ന അവസ്ഥ കൂടിയാണ്. ക്രിസ്മസ് നമ്മെ വിളിക്കുന്നു അനീതിക്കെതിരെ നിലകൊള്ളുന്ന സമാധാനകാംക്ഷികളാകുവാൻ. 4, ക്രിസ്മസ് മനുഷ്യമാന്യതയുടെ പുനഃസ്ഥാപനം കൂടിയാണ്. റെസ്റ്റോറേഷൻ ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി. ദൈവം മനുഷ്യനായി. ഇത് ഓരോ മനുഷ്യനും താൻ ദൈവത്തിൻ്റെ രൂപത്തിലുള്ളവൻ എന്ന പ്രഖ്യാപനമാണ്. യോഹന്നാന്റെ സുവിശേഷം 1:14 വായിക്കുന്നു: വചനം മാംസമായി. When God became human, no human life remained ordinary. കാൾ റാഹ്നർ ഇപ്രകാരം പറയുമ്പോൾ, ദൈവം മനുഷ്യനായപ്പോൾ ഒരു മനുഷ്യ ജീവിതവും സാധാരണമായിരുന്നില്ല എന്ന സത്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ജാതി, വർഗ, ലിംഗ, സാമ്പത്തിക നില വ്യത്യാസമില്ലാതെ അതൊന്നും മനുഷ്യ ഗൗരവത്തെ, മനുഷ്യന്റെ വിലയെ കുറച്ചു കളയുന്നില്ല. ക്രിസ്മസ് ആഘോഷിക്കുന്നത് നക്ഷത്രങ്ങളും വിളക്കുകളും കൊണ്ടല്ല, നീതിയും കരുണയും പങ്കിടലും സ്നേഹവും കൊണ്ടാണ്. ക്രിസ്മസ് ഈസ് നോട്ട് അബൌട്ട് വാട്ട് വി റിസീവ് ബട്ട് വാട്ട് വി ബിക്കം. ക്രിസ്മസ് നാം എന്ത് സ്വീകരിക്കുന്നു എന്നതല്ല, നാം എന്തായി മാറുന്നു എന്നതാണ്. ഈ ക്രിസ്മസിൽ അധികാരം സേവനമാക്കാം, സമാധാനം നീതിയാക്കി മാറ്റാം. ക്രിസ്തുവിനെ തൊഴുത്തുകളിൽ മാത്രമല്ല
സമൂഹത്തിൻ്റെ അറ്റങ്ങളിൽ കണ്ടെത്താം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.